Education is the key to unlocking the world, a passport to freedom. A very warm welcome to our respected Pranijo, Reverend Father Joseph Mundekel, Principal Mr. Georgie George, Vice Principal Sisi Syriac, KG Section in charge Mr. Soli, dear teachers and supporting staff, loving parents, and our wonderful little graduates, and my dear friends. Today we gather to celebrate the beginning of a new chapter in the lives of our kindergartners. It's a day of joy and excitement as we honor the hard work and laughter and growth our little ones have experienced throughout the year. Today they stand ready to take the next step into the world of primary school. Indeed, our graduates have learned so much from ABCs to 1 to 3, from rhymes to stories, and above all the joy of discovering the world around them. As we begin this wonderful celebration of our little graduates, let us take a moment to seek blessings and express our gratitude. I request everyone to rise up for the prayers. കൃപയിൽ തൂകണമേ ദൈവമേ ഞാനിൻ സവിധി കൂപ്പു കൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ തൂകണമേ കൃപയാലാകണമേ നിന്റെ വീഥികളിൽ നീ ദൈവമായി നണി. The moment we have all been eagerly waiting for. It's time to meet our little graduate. With proud heart and a big round of applause, let's welcome our little ones along with their parents and teachers to come forward and be seated on their respective seats. Dear parents and teachers, to come forward and be seated on their respective seats.
There are shortcuts to happiness and dancing is one of them. To set tone for this joyous occasion, let us begin with a vibrant and delightful welcome dance. For the same, may I invite our kids from first standard for a welcome dance. Is the universal welcome. Let's welcome our kindergarten in charge, Reverend Sister Soli, for the welcome speech. യോഗത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ അധ്യയന വർഷത്തിലെ പഠനരംഗത്ത് മാറ്റുരയ്ക്കുന്ന കൊച്ചു പ്രതിഭകളുടെ മികവ് തെളിയിക്കുന്ന പഠന പുരോഗതി വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഒരു മികച്ച വേദിയാണ് ഈ ക്യാപ്പിംഗ് സെറിമണി. ഈ മഹോത്സവം ഏറ്റവും സമുചിതവും വിപുലവുമായ രീതിയിൽ കൊണ്ടാടുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഈ
ഇൻഫന്റ് ജീസസ് വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളെ നേർവഴിയിലൂടെ നയിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ സാരഥിയായ റവറൻ ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ പ്രാർത്ഥനയുടെയും കരുതലിൻ്റെയും നിറസാന്നിധ്യമാണ്. ഏത് തിരക്കിനിടയിലും എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തുകയും കരുതലോടെ ഒപ്പമായിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛനെ ഏറ്റവും ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ പ്രിൻസിപ്പൽ മിസ്റ്റർ ജോർജ് ജോർജ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ കാര്യക്ഷമമായ നടത്തിപ്പിന് സാന്നിധ്യമായി സഹായമായി കൂടെയായിരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ അധ്യാപകരെയും സ്റ്റാഫ് അംഗങ്ങളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷകർത്താക്കളും സ്കൂളിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുമാണ്. നിങ്ങളില്ലാതെ ഒരിക്കലും ഈ പ്രോഗ്രാം പൂർണ്ണമാകില്ല. സദസ്സിലിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയുമാണ്. നിങ്ങളുടെ ഇവിടുത്തെ സാന്നിധ്യമാണ്, പഠനത്തിലെ മികവാണ് സ്കൂൾ ഇത്രയും നന്നായി മുൻപോട്ട് പോകാൻ ഇടയായി തീരുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി ഹൃദയംഗമമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, sister, for your warm welcome. Every special event becomes remarkable when it is filled by the presence of inspiring personalities. As we begin this significant event, let I invite light into our gathering, symbolizing knowledge. Let's now proceed with the ceremonial lighting of the lamp. I request Reverend Father Joseph Mundakkal and our principal, Mr. George George, PTA President Girish Kumaran, along with KG section teacher, kindly come forward and illuminate the lamp of wisdom and learning. The luminous start, it is time to delve into the heart to today's program, the keynote address. May I now invite our Reverend Manager, Father Joseph Mundakkal, to deliver the keynote address. പ്രിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജോർജ് സാറേ,
PTA പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കുമാർ, പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, KG സെക്ഷന്റെ ചാർജുള്ള ബഹുമാനപ്പെട്ട സോളി സിസ്റ്ററെ, പ്രിയ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, പ്രിയ മാതാപിതാക്കളെ, ഇന്ന് നമുക്ക് വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. നമ്മുടെ കൊച്ചുകുട്ടികള് വിവിധ തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നു. അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ഒരു വർഷത്തെ അധ്വാനത്തിന്റെ പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യുന്ന ദിവസമാണ്. ഗ്രാജുവേഷൻ സെറിമണി ഇവിടെ നടക്കുകയാണ്. നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വളരെ മനോഹരമായി അവർ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഇനി പലതരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുവാനായി അവർ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികള് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് കാണുവാനായി നമുക്ക് വലിയ താല്പര്യമാണ്. നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത ഇപ്പോഴ് നമ്മൾ കൊച്ചായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ചില്ലല്ലോ എന്നുള്ളത് തന്നെയാണ്. മാതാപിതാക്കള് ഇന്ന് തീർച്ചയായും ചിന്തിക്കുന്നത്, എനിക്ക് ലഭിക്കാത്ത അവസരം എൻ്റെ കുട്ടികൾക്ക് ലഭിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നവരാണ് നാം ഒക്കെ. ഞാനിവിടെ വീഡിയോകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, എനിക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ യാതൊരു അവസരവും ലഭിച്ചിരുന്നില്ല. സ്റ്റേജിൽ കയറി ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുക്കുവാനായിട്ടോ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ടോ എനിക്ക് ചാൻസ് കിട്ടിയില്ല. ഞാൻ സെമിനാരിൽ പോയത് കൊണ്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുവാനായിട്ടും പ്രസംഗിക്കുവാനായിട്ടും അല്ലെങ്കിൽ പാട്ട് പാടുവാനായിട്ടും ഒക്കെ ഇടയായത്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സ്റ്റേജിൽ കയറുമായിരുന്നില്ല. അന്ന് ആരും നിർബന്ധിച്ചില്ല, ആരും പ്രോത്സാഹിപ്പിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാനായിട്ട് ഇടയാകാതിരുന്നത്. ഇന്ന് കുട്ടികൾക്ക് നിരവധിയായ സാധ്യതകളാണ്. കുട്ടികളാണ് നമ്മുടെ സമ്പത്ത്, നാളത്തെ വാഗ്ദാനങ്ങൾ അവരാണ് എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാനായിട്ട് നാം തയ്യാറാണ്. കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ എടുത്ത് യൂട്യൂബിലൂടെയൊക്കെ അവർ കാണുമ്പോൾ അവർക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ജീവിതത്തിൽ മറ്റാരും നൽകാത്ത ഒരു പ്രോത്സാഹനം ലഭിക്കുന്നത് അതാണ്. സ്വയം വളരുവാനായിട്ട് കുട്ടികൾക്ക് പ്രേരണ ലഭിക്കുന്നത് ഇങ്ങനെ തങ്ങൾ അവതരിപ്പിച്ച പ്രോഗ്രാം കാണുകയും മറ്റുള്ളവർ അത് വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ്. യൂട്യൂബിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങളത് പ്രോത്സാഹിപ്പിക്കണം, കമന്റ് എഴുതണം, കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കണം. അങ്ങനെയാണ് വളർന്നു വരിക. ഈ ഭൂമിയിൽ ജനിക്കുന്നവർ പ്രഗത്ഭരായിട്ടല്ല ജനിക്കുക, കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വളർന്ന് വളർന്ന് വലുതായി മാറുകയാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തുള്ള പരിശ്രമം മറ്റുള്ളവരെ വളർത്തുവാനായിട്ടുള്ളതാണ്. എനിക്ക് ലഭിക്കാത്ത സൗകര്യങ്ങള് എന്റെ മക്കൾക്ക് ലഭിക്കണം, അല്ലെങ്കിൽ ഇന്നിവിടെയുള്ളവർക്ക് ലഭിക്കണം. ആ ചിന്ത നമുക്കുണ്ടാകണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ അധ്യാപകരൊക്കെ ഇങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ച് സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ട് അവസരങ്ങളൊക്കെ കൊടുക്കുക. ഇഷ്ടംപോലെ അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും സ്റ്റേജിൽ കയറി പ്രോഗ്രാം അവതരിപ്പിക്കുകയും ആ സ്റ്റേജിന്റെ പേടി പോകുവാനായിട്ടും ധൈര്യത്തോടുകൂടെ മുന്നോട്ട് വരുവാനായിട്ടും അവരിടയാകുകയാണ്. ഈ KG സെക്ഷനിലൂടെ ഒക്കെ ഞാൻ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഉടനെ ചോദിക്കും, അടുത്ത ഷോർട്ട് ഫിലിം എപ്പോഴാ അച്ചെടുക്കുക, എനിക്കൊരു ചാൻസ് തരുമോ, എന്റെ ഒരു വീഡിയോ എടുക്കാമോ, ഞാനിങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ കുഞ്ഞു കുട്ടികൾ എപ്പോഴും കാണുമ്പോൾ ചോദിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ അത് വളരെ ഇഷ്ടമാണ്. തങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടുന്നു, തങ്ങൾ വളർന്നു വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അവരുടെ പ്രോത്സാഹനത്തെ, അവരുടെ ഈ കലാ അഭിരുചിയെ നമ്മൾ വളർത്തണം, നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുക. മറ്റ് സ്കൂളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാവർക്കും ചാൻസ് കിട്ടുകയും അവരുടെ പെർഫോമൻസ് മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് നമ്മൾ ഇങ്ങനെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കൊടുക്കുകയും ഒക്കെ ചെയ്യുക. അതിന് കാരണം ഇവർ വളർന്നു വരണം. ഇങ്ങനെയാണ് പലരും വളർന്നു വരിക. മറ്റുള്ളവർ പ്രോത്സാഹനം വഴിയായിട്ടാണ് നല്ല കഴിവുള്ളവരായി മാറുകയും പ്രഗത്ഭരായ വ്യക്തികളായി തീരുകയും ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് വലിഞ്ഞു പോകുമ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. പഠനം മാത്രമാണ് ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഇന്ന് വലിയ കാര്യമൊന്നുമില്ല. പഠിക്കുവാനായിട്ട് ഇന്നത്തെ കുട്ടികൾക്ക് പറ്റും. ബൈഹാർട്ടായിട്ട് പഠിക്കുന്ന ഒരു കഴിവ് ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ബൈഹാർട്ടായിട്ട് പഠിക്കും. പക്ഷെ ജോലി കിട്ടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത വരുന്നു, ജോലിയിൽ നിന്നും പുറകോട്ട് പോകുന്നു.
നല്ല റാങ്ക് മേടിച്ചൊക്കെ പാസ്സായവര് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ എവിടെ എത്തി? അതിനേക്കാൾ ക്ലാസ്സിൽ ഏറ്റവും പുറകോട്ട് പോയവരല്ലേ ഇന്ന് നല്ല ജോലിയിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ല സാലറി കിട്ടുന്ന ജോലിയിലൊക്കെ നിൽക്കുന്നത് ആരാണ്? പഠനത്തിന്റെ കാര്യത്തിൽ പുറകോട്ട് നിൽക്കുന്നവരാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം എല്ലാ തരത്തിലുള്ള കഴിവുകളും ഒന്നിച്ച് വളരണം. പഠനം മാത്രമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ശരിയായിട്ടുള്ളൊരു വളർച്ച ആയിരിക്കുകയില്ല. കാണാപ്പാഠം കുറച്ച് പഠിച്ചത് കൊണ്ട് ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല. പരീക്ഷയ്ക്കൊക്കെ റാങ്ക് വാങ്ങിച്ചു, ക്ലാസ്സിലെ ടോപ്പാണ് എന്നൊക്കെ പറയാം. നോക്കിയും കണ്ടും ചെയ്യുവാനായിട്ട് പെരുമാറുവാനായിട്ടുള്ള ഒരു കഴിവാണ് ഇന്ന് മനുഷ്യന് ഏറ്റവും ആവശ്യം വേണ്ടത്. സാഹചര്യങ്ങൾക്കിണങ്ങി സാഹചര്യങ്ങൾക്ക് പൊരുത്തപ്പെട്ട് ഏത് ജീവിത സാഹചര്യങ്ങളെയും മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ടൊരു കഴിവ് ഇന്ന് അതില്ലാതെ പോയിരിക്കുക. ഇമോഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതിയാണ് പഠനത്തിന് വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ട് രാവിലെയും വൈകിട്ടും ഒക്കെ ട്യൂഷൻ ക്ലാസ്സിൽ വിടുമ്പോഴും പഠനം എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താ നേടുക അവര്? ഈ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവരുടെ ജീവിതത്തിൽ തകർച്ചകളോ പാളിച്ചകൾ ഉണ്ടാവുകയാണ്. പഠനം വേണ്ടെന്നല്ല പറയാം, പഠനം വേണം, നന്നായിട്ട് പഠിക്കണം. അതോടൊപ്പം മറ്റു കാര്യങ്ങൾക്കും ഊന്നൽ കൊടുക്കണം. അതിനുള്ള ഊന്നലെല്ലാം നമ്മളിവിടെ കൊടുക്കുകയാണ്. നന്നായിട്ട് പിള്ളേർക്ക് പെർഫോമൻസ് ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ കൊടുക്കുന്ന ആ വളർച്ചയാണ് മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോഴും അവർക്ക് അടിസ്ഥാനമായി ലഭിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾ വേറെ ഏത് സ്കൂളിൽ പോയാലും അടിസ്ഥാനം ലഭിച്ചത് കൊണ്ട് അവർ ഏറ്റവും ടോപ്പിലായി മാറും. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സാർ പറയുകയാണ്, വേറൊരു സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപക വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചേച്ച് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുത്തെ ടോപ്പാണ്, ഏത് കാര്യത്തിനും അവരും എടുക്കുക. ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചു വിട്ട കുട്ടികളെക്കാൾ അവർ ഏറ്റവും മനോഹരമായി പെരുമാറുന്നുവെന്ന്. കാരണം അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അങ്ങനെ നല്ല രീതിയിലേക്ക് വളരുവാനായിട്ടിടയായി തീരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ച് നല്ല പ്രതീക്ഷകൾ വെക്കാം. സന്തോഷത്തോടെ നമുക്ക് അവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരുവാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ നല്ല കുട്ടികൾ നിങ്ങളും ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങളും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് നല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഉയരങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ടിടയായിത്തീരും. മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഗ്രാജുവേഷന്റെ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Thank you, Father. Gratitude is the fairest blossom that springs from the soul. With this beautiful sentiment in mind, we now invite our esteemed principal, Mr. Georgie George, to the stage to felicitate our young graduates. The most respected manager, Reverend Father Joseph Mundakil, Vice Principal, CC Teacher, PTA President, Mr. Girish Kumar, all my dear colleagues, my dear students and my dearest parents. A very warm welcome to everyone for this auspicious day. As we invited, we said that it is a graduation ceremony. Actually, it is not a graduation ceremony, or it is not only a graduation ceremony, but at the same time, it is a ceremony of achievement. In India, actually, we are not celebrating the graduation day. This is actually borrowed from the European countries. Because as far as the European people or the European country is concerned, every achievement should be celebrated. Every celebration is an achievement. Because if you are not achieving anything else, there will not be any ceremonies. And if you are not celebrating the ceremony, it is an indirect message to the community that we are not achieving anything else. Of course, the title of the day is graduation ceremony of the kids. We have to think that on how the students are graduating. Usually in Kerala,
we say that one. Graduation means those who are achieving degree or post-graduation. Generally, we will say that one, it is graduation. But according to the young students, they join the school usually at the place. കൊച്ചു കൊച്ചു തുമ്പികൾ കൊച്ചരിപ്പിറാവുകൾ പിച്ച വെച്ചു വന്നേ. അച്ചുവിന്റെ വീട്ടിലും പച്ചമുളം കൂട്ടിലും എത്തി നോക്കി നിന്നേ. കൊച്ചു കൊച്ചു തുമ്പികൾ കൊച്ചരിപ്പിറാവുകൾ പിച്ച വെച്ചു വന്നേ. അച്ചുവിന്റെ വീട്ടിലും പച്ചമുളം കൂട്ടിലും എത്തി നോക്കി നിന്നേ. തൊപ്പിയിൽ മണികിണിയാട്ടി അപ്പുവിന്റെ ഒപ്പം കലപില കൂട്ടി. തൊപ്പിയിൽ മണികിണിയാട്ടി അപ്പുവിന്റെ ഒപ്പം കലപില കൂട്ടി. മാവേലി അമ്മാവൻ വന്നെത്തുന്നേ, മാലുവിനും നീലുവിനും ചിരിവിടരുന്നേ. മാവേലി അമ്മാവൻ വന്നെത്തുന്നേ, മാലുവിനും നീലുവിനും ചിരിവിടരുന്നേ. കൊച്ചു തുമ്പികൾ കൊച്ചരിപ്പിറാവുകൾ പിച്ച വെച്ചു വന്നേ. അച്ചുവിന്റെ വീട്ടിലും പച്ചമുളം കൂട്ടിലും എത്തി നോക്കി നിന്നേ. പട്ടുമുണ്ടുടുക്കണം, ചാന്തു തൊടേണം, അച്ഛനൊത്തു ഓണനാൾ പൂക്കളിടേണം. പട്ടുമുണ്ടുടുക്കണം, ചാന്തു തൊടേണം, അച്ഛനൊത്തു ഓണനാൾ പൂക്കളിടേണം. മാവേലി അമ്മാവൻ ഉണ്ണാനെത്തും നേരം നല്ലൊരു രാജാവിൻ കഥ പറയണം. മാവേലി അമ്മാവൻ ഉണ്ണാനെത്തും നേരം നല്ലൊരു രാജാവിൻ കഥ പറയണം. കൊച്ചു തുമ്പികൾ കൊച്ചരിപ്പിറാവുകൾ പിച്ച വെച്ചു വന്നേ. അച്ചുവിന്റെ വീട്ടിലും പച്ചമുളം കൂട്ടിലും എത്തി നോക്കി നിന്നേ.
ആദരണീയനായ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് മുണ്ടകിലച്ചൻ, ആദരണീയനായ പ്രിൻസിപ്പൽ ജോജി സാർ, ഏറ്റവും ആദരണീയരായ അധ്യാപകരെ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അതുപോലെ ഇന്ന് ഇവിടെ ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സാർത്ഥകമായ ഒരു അധ്യയന വർഷത്തിൻ്റെ സമാപനം, അതിൻ്റെ പടിയിറക്കം എന്ന് പറയാം. നമ്മുടെ ആനിവേഴ്സറി വളരെ ഭംഗിയായി, സ്കൂൾ ആനിവേഴ്സറി നമ്മൾ ക്രിസ്മസിന് മുമ്പ് തന്നെ സ്കൂൾ ആനിവേഴ്സറി ആഘോഷിച്ചു. നമ്മുടെ കുട്ടികളുടെ എല്ലാം പരിപാടികൾ, നിരവധി വർണ്ണാഭമായ കുട്ടികളുടെ പരിപാടികളോടുകൂടി ആനിവേഴ്സറി നമ്മുടെ സ്കൂളിൽ വളരെ ഭംഗിയായി നമുക്ക് ആഘോഷിക്കുന്നതിന് സാധിച്ചു. അതിനുശേഷം ഇന്ന് KG വിദ്യാർത്ഥികളുടെ ഈ ഒരു ഗ്രാജുവേഷൻ സെറമണി, ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു വർഷക്കാലത്തെ അവരുടെ കൊച്ചുകുട്ടികളുടെ അവർ ഈ സ്കൂളിൽ, നമുക്കറിയാം നമ്മുടെ ഈ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൻ്റെ ഒരു KG സെക്ഷനിലോട്ട് നമ്മൾ വിദ്യാർത്ഥികളെ വിടുമ്പോൾ തീർച്ചയായും ഇവിടെ അവരുടെ എത്രമാത്രം സുരക്ഷിതരാണ് എന്ന് നമുക്കറിയാം. ഇവിടുത്തെ അധ്യാപകർ ആ കുട്ടികളെ പ്രത്യേകമായി നോക്കിക്കണ്ട് പരിപാലിക്കുന്നു. അതുപോലെ ഈ നമ്മുടെ ഈ KG സെക്ഷനിൽ ഈ സ്കൂളിലോട്ട് കടന്നു വന്ന് ഈ നമ്മുടെ ഗേറ്റ് വാതിൽ കൂടി അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കോട്ട കെട്ടി നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന നിലയിൽ അത്രമാത്രം സുരക്ഷിതമാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയം എന്ന് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അറിവുള്ളതാണ്. അതുപോലെ അവരുടെ കഴിവുകൾ വളരെ കൊച്ചിലെ തന്നെ അവരുടെ കഴിവുകൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ച് ഈ ഒരു വർഷക്കാലം കൊണ്ട് അവരെ ഈ നിലയിൽ അതിനെ പ്രാപ്തരാക്കിയ അധ്യാപകരെ എത്രമാത്രം അതിന് നമ്മൾ പ്രോത്സാഹിപ്പിച്ചാലും അനുമോദിച്ചാലും മതിയാകുകയില്ല എന്ന് നമുക്കറിയാം. കൊച്ചുകുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ വളർത്തിയെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. പ്രത്യേകിച്ചും നമ്മൾ വീട്ടിലാണെങ്കിൽ തന്നെ കൊച്ചുകുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുന്ന പല ആഹാരം കഴിക്കുന്നതിനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും എത്രമാത്രം ബുദ്ധിമുട്ടിയാണ്. പലപ്പോഴും മൊബൈൽ ഫോണിൻ്റെ സഹായത്തിലൂടെയൊക്കെയാണ് കുട്ടികളെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ശീലിപ്പിക്കുന്നത്. അപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ KG സെക്ഷനിലേക്ക് അധ്യാപകർ അവർ ഈ കുട്ടികളെ ഒരു അവരുടെ ദൈനംദിനമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ നല്ല സ്വഭാവം വളർത്തിയെടുക്കുന്നതിലും എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ അധ്യാപകർ അവരെ ഇതിനോടകം ഈ രീതിയിൽ പ്രാപ്തരാക്കിയത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതുപോലെ അതിനെ പ്രാപ്തരാക്കി അവരെ പ്രത്യേകമായി അനുമോദിക്കാം. അതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പ്രൈമറി തലത്തിലോട്ട് പ്രൈമറി തല വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരെ ഈ രീതിയിൽ അണിയിച്ചൊരുക്കിയത് എന്ന് പറയാൻ ഒരു വർഷക്കാലം കൊണ്ട് അവരെ പ്രാപ്തരാക്കിയ ഇനിയും 1-ാം ക്ലാസ് മുതലുള്ള അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവരെ ആ നിലയിലോട്ട് പാകപ്പെടുത്തിയെടുത്ത അധ്യാപകർ, അത് അവർക്ക് ഇന്ന് തീർച്ചയായിട്ടും അവർക്ക് ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാം. കാരണം നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവരവിടെ ഇരിപ്പുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കുന്ന അവർക്കെല്ലാവർക്കും ഉന്നത വിജയം നേടുന്നതിനും അവരുടെ നല്ലൊരു ഭാവി ഉണ്ടാകുന്നതിനും ജഗദീശ്വരൻ്റെ അനുഗ്രഹം പ്രത്യേകമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ KG സെക്ഷൻ്റെ ഈ പരിപാടിയാണെങ്കിൽ പോലും എത്രമാത്രം ഗൗരവമായിട്ട് എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് നാം ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. വലിയ അക്കാഡമിക് ചടങ്ങ് പോലെ തന്നെ ഈ ഒരു KG സെക്ഷൻ്റെ ഒരു ഗ്രാജുവേഷൻ സെറിമണി ആണെങ്കിൽ പോലും വളരെ സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എത്രമാത്രം മികവാർന്ന നിലയിലാണ് നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് പരിശ്രമിച്ച എല്ലാ അധ്യാപകരെയും സ്കൂൾ മാനേജ്മെൻറ്റിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നതിന് വേണ്ടി കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. അതുപോലെ ഇന്ന് ഈ ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുത്തുകൊണ്ട് മികച്ച അക്കാഡമിക് രംഗത്തും അതുപോലെ തന്നെ കായിക കലാരംഗത്തുമൊക്കെ മികച്ച നേട്ടം കൈവരിച്ചവർക്കുള്ള സമ്മാനങ്ങൾ കൂടി വിതരണം ചെയ്യുന്നുണ്ട്. അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Thank you, sir. Now it's time to lighten the mood and fill the air with laughs. Get ready for a dose of humor and entertainment as our first standard students brings their lively act to the stage. TV ചാനലുകളിലെ ഏറ്റവും പുതിയ തരംഗമായ റിയാലിറ്റി ഷോയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാ ഒരു എത്തിനോട്ടം.
നമസ്കാരം. ഞാൻ ആൻഡപ്പൻ, ഈ വീടിന്റെ ഗൃഹനാഥൻ. ആൻഡപ്പൻ എന്ന പേര് പോലെ തന്നെയാണ് എന്റെയും അവസ്ഥ. ഈ വീട്ടിലുള്ള എന്റെ കുരുത്തങ്കെട്ട മക്കൾ എവിടെ പോയി എന്തടങ്ങേറുണ്ടാക്കിയാലും അവരുടെ പേരിന്റെ കൂടെ ആൻഡ് അപ്പൻ എന്നുകൂടെ അങ്ങ് ചേർക്കും. അതായത് ആൻഡപ്പൻ എന്റെ പേര്. അതോടെ ഞാനും ഇടങ്ങേറലാവും. ഞാൻ മഹിളാരത്ന റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പം നിങ്ങൾ എന്തിനാ വീടിന്റെ പുറത്തിറങ്ങി നിന്നത്? ഞാൻ പുറത്തിറങ്ങി നിന്നില്ലെങ്കിലേ നാട്ടുകാരി വിചാരിക്കും ഞാൻ നിന്നെ പിടിച്ച് തല്ലിയിട്ട് നീ കിടന്ന് കരയുകയാണെന്ന്. ഓ, നിങ്ങളെ ഇന്ന് ഞാൻ പാട്ട് മാത്രമല്ല, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടംതുള്ളൽ, മോണോ ആക്ട്, ഇതിനൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അറിയാവോ? ഇതാണ് ആൻഡപ്പന്റെ ഭാര്യ റോസിക്കുട്ടി. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് താരമാകാൻ അരയും തലയും മുറുക്കി ഒരുങ്ങിയിരിക്കുകയാണ് ഇവർ. പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിക്കും മൂത്ത മകൻ കാതികൻ മാത്തുക്കുട്ടിയുടെ 1000 അഭിവാദനങ്ങൾ. മോനെ മാത്തുക്കുട്ടി, നിന്റെ ഇന്നലത്തെ കഥാപ്രസംഗ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നടാ? അതൊരു കഥയാണ് അമ്മച്ചി. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന എന്റെ കഥാപ്രസംഗം കേൾക്കാൻ ഇതുവരെ ഒറ്റൊരുത്തൻ പോലും വന്നില്ല. അയ്യോ, അതെന്താ? ഞാനാണ് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വരുന്നതെന്ന് ആ കമ്മിറ്റിക്കാര് പരസ്യം ചെയ്തില്ലാന്നേ. അവര് പരസ്യം ചെയ്തില്ലേലും നീ വരുന്ന വിവരം എങ്ങനെയോ ലീക്കായിട്ടുണ്ട്. അതായിരിക്കും ആരും വരാത്തത്. അപ്പച്ച കണ്ടല്ലോ, ഇതാണ് ആൻഡപ്പന്റെ മൂത്ത മകൻ കാതികൻ മാത്തുക്കുട്ടി, ഈ കുടുംബത്തിലെ മറ്റൊരു റിയാലിറ്റി താരം. എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത് അവന്റെ ഒരു ഒടുക്കത്തെ സിനിമാറ്റിക് ഡാൻസ്. എന്താ അപ്പ ചെയ്ത്? അല്ല, അവൻ എന്നാ ചെയ്തിട്ടാ? ഇന്ന് രാവിലെ ഞാൻ കുളിക്കാൻ കയറിയ നേരത്തെ ഇവൻ ഫയർ ഡാൻസിന്റെ റിഹേഴ്സൽ ആണെന്ന് പറഞ്ഞ് മണ്ണെണ്ണ വായിലെടുത്തിട്ട് തീ ഊതി. ഞാൻ അലക്കിട്ട എന്റെ ആകെ കൂടെയുള്ള 2 മുണ്ടിവൻ കത്തിച്ചു കളഞ്ഞ്. അറിയാമോ നിനക്ക്? അപ്പൊ നിങ്ങൾ ഇപ്പൊ കൊടുത്തിരിക്കുന്നതോ? ദേ, ഇത് നിന്റെ അടിപ്പാവാടയാ. ഈ വന്നതാണ് ഈ വീട്ടിലെ ഇളയ താരം, സിനിമാറ്റിക് ഡാൻസുകാരൻ ജോണിക്കുട്ടി. ഇതും മറ്റൊരു റിയാലിറ്റി താരമാണ്. ചാനലൊന്നു തുറക്കുമ്പോൾ കാണാം അതിലെന്നും റിയാലിറ്റി ഷോയുടെ തരംഗം. എത്ര കലകളെ പലരും എടുത്തിട്ട് SMS കുരുക്കുവാൻ ബഹളം. എന്റെ കർത്താവേ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? എടി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. എന്റെ മോന്റെ ഭാര്യയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇറങ്ങി വരാൻ. എന്നാടി റോസക്കുട്ടി, നിങ്ങൾ അറിഞ്ഞോ, ഞാൻ മഹിളാരത്നത്തിന്റെ അടുത്ത എപ്പിസോഡിന് ഉടുക്കാൻ മേടിച്ച പുത്ത സാരി എടുത്ത് നിങ്ങളുടെ മരുമകളുണ്ടല്ലോ ആഗ്രഹം വന്ന് വെള്ളപ്പൊക്കക്കാർക്ക് എടുത്ത് കൊടുത്തിരിക്കുന്നു. അഹങ്കാരി. അതിന് നിന്നെ പിടിച്ചാലും വെള്ളപ്പൊക്കക്കാർക്ക് കൊടുത്തില്ലല്ലോ. വേണേൽ അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. എടി മോളി, ഇങ്ങോട്ട് വാടി. നിന്നെ ഇന്ന് ഞാൻ എന്താ നിങ്ങൾ തൊള്ള തുറക്കുന്നത്? എടി, അമ്മച്ചിയുടെ സാരി പിച്ചക്കാർക്ക് എടുത്തു കൊടുത്തോ? ഓ, റിയാലിറ്റി ഷോ. ഇങ്ങനെ റിയാലിറ്റി പ്രാന്തുള്ള കുടുംബത്തേക്കാണല്ലോ എന്റെ കർത്താവേ എന്നെ കെട്ടിയെടുത്തത്. നിർത്തടി. ഈ റിയാലിറ്റി ഷോയൊക്കെ ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവുകയല്ല. അയ്യടാ, ഞങ്ങളുടെ കുടുംബക്കാരത്ര മോശക്കാരൊന്നുമല്ല. എന്റെ അമ്മച്ചി നല്ല ഒന്നാന്തര എഴുത്തുകാരിയാ. അമ്മച്ചിയുടെ കഥ വല്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിന്നെ അതിപ്പോ എന്നാ വായിക്കാനാ? നിന്റെ തള്ളയുടെ കഥ നാട്ടി മൊത്തം പാട്ടല്ലേ. എന്താ പറഞ്ഞത്? നീ പോടി അവിടുന്ന്. എന്നെ പറഞ്ഞാലുണ്ടല്ലോ. നിന്നെ പറഞ്ഞാ നീ എന്ത് ചെയ്യടി? നിങ്ങൾക്ക് വാ. കൊറേ നാളായിടി നിന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ പോതല്ലേ. വെള്ളമെടുക്കും മരുമോളെ, കുശുമെടുക്കണ കെട്ടിയോളെ, മനുഷ്യന് തിരി തലക്ക് വെളിവ് തന്നൂടെ. നേരം വെളുക്കുമ്പോ രണ്ടാളും ഒരു വിളിച്ചുകൊണ്ട് അഭ്യാസം. രണ്ടാളും കൂടി നല്ല കുടുംബം കുളം തോണ്ടും. പെണ്ണുങ്ങൾക്കുള്ളൊരു നാക്കും വായിന്ന് വന്നൊരു വാക്കും. എത്ര കുടുംബം കലക്കി നാട്ടിൽ. പെണ്ണുങ്ങളെ നിങ്ങൾ ഇങ്ങനെയായാലോ കഷ്ടം. എന്താ കൂട്ടായി? വന്നല്ലോ എല്ലാത്തിനും കുറ്റം പറയണ എന്റെ പൊന്നാരളിയൻ വന്നല്ലോ. എന്താ ഇതളിയ? പെങ്ങളെ മോളെ തല്ലുന്നത് അപ്പനായാലും ഭർത്താവായാലും ഒരു താളവും ബോധമൊക്കെ വേണ്ടേ? എന്റെ പൊന്നളിയ, എരിയുന്ന തീയില് എണ്ണ ഒഴിക്കാതെ ഒന്ന് കടന്നു പോകുന്നുണ്ടോ? അളിയ, ഷഡ്ജം ഒന്ന് ഇറങ്ങി പോടാ. റിയാലിറ്റി ഷോയിലെ സൂപ്പർ താരമായ എന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യം മാത്രമായിട്ട് കരുതിയാൽ മതി. ആദ്യമായി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. 3, 4.
മനസ്സിലായല്ലോ. മാഷേ, മാഷിനെ കൊണ്ട് വീട്ടില് ഭാര്യ തുണിയലപ്പിക്കുന്ന ആക്ഷൻ ആണല്ലേ ഞങ്ങളെ ഡാൻസ് ആണെന്നും പറഞ്ഞ് പഠിപ്പിക്കണത്. ഈ സ്റ്റെപ്പ് ഞങ്ങൾ അടിച്ച് തകർക്കും. 3, 4. നിർത്തടാ, ഇതെന്നാ കോപ്രാമൊക്കെയാണ് ഈ കാണിക്കുന്നേ. അപ്പാ, ഇത് ഞങ്ങളുടെ പുതിയ സ്റ്റെപ്പാണ്. കോപ്പാണ്. എടാ, ഈ റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞ് ചുമ്മാ കോപ്രായം കാട്ടി നടക്കാതെ വല്ല പണിക്ക് പോടാ. അച്ഛാ, നാളെ എന്റെ കഥാപ്രസംഗ മത്സരത്തിന്റെ ഫൈനലിലേക്കുള്ള സെലക്ഷനാ. അപ്പൊ ഇവരാരാ? ഓർക്കസ്ട്രയുടെ ചെലവ് കുറക്കുവാനായിട്ട് ഞാൻ കൊണ്ടുവന്ന മിമിക്രിക്കാരാ. എടാ മാത്തുക്കുട്ടി, നിന്റെ കഥ ഇതുവരെ അമ്മച്ച് കേട്ടില്ലല്ലോടാ. നിങ്ങൾക്ക് വേണ്ടി കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കറക്റ്റ് മ്യൂസിക്. അതാ, കിഴക്കേ ചക്രവാളത്തിൽ പ്രഭാതം പൊട്ടിവിടർന്നു. എന്താണത് മനസ്സിലായില്ലേ? ഇത് സുപ്രഭാതം പൊട്ടിവിടുന്ന സൗണ്ടാണ്. 1975 കോമഡി ആയിട്ടാവും വരും. സഹൃദയരെ, എടാ പൊന്നുമോനെ, നീ കഥ പറ. സഹൃദയരെ, ഇനി കഥയുടെ സുപ്രധാനമായ രംഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ കഥാനായകൻ കഥാനായികയുമായി കണ്ടുമുട്ടുന്നു. ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നായകന് സാധിക്കുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ തിരിച്ചു വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ നായികക്കും കഴിയുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ? വീട്ടിലേക്ക് പോകണോ അതോ നായകന്റെ കൂടെ പോകണോ? നായകന്റെ മനസ്സ് വീണ്ടും അങ്കമാലിയിലായി, അങ്കലാപ്പിലായി. അവൻ ചിന്തിക്കുകയാണ്, നായികയും കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ? നായികയും കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ? അങ്ങനെ പ്രതിസന്ധിയിലായ നായകൻ ദുഃഖഭാരത്താൽ പുഴയിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. സഹൃദയരെ, വെള്ളത്തിൽ നിന്നും ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് അവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. എട, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. നായികയെ നോക്കി പറഞ്ഞു, ഒന്ന് ഇറങ്ങി പോടാ. ഇവർ പങ്കെടുത്ത റിയാലിറ്റി ഷോയിലെ ഒരു കടുത്ത മത്സരത്തിന് ശേഷം എന്റേതാ മക്കളെ കാര്യം. എന്റെ പൊന്നപ്പ, റിയാലിറ്റി ഷോയിൽ എല്ലാ ഐറ്റത്തിലും ഞങ്ങൾ എല്ലാവരും ഫൈനലിലെത്തി. മനുഷ്യ കേട്ടോ, ഞങ്ങൾ എല്ലാരും ഫൈനലിലെത്തിയത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടുമോ? ജയിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഫ്ലാറ്റ്. ഫൈനലിൽ എത്തിയിട്ട് എന്നാ കാര്യം? ജയിക്കണമെങ്കിൽ SMS കിട്ടണമല്ലോ. അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതെന്താണ് ആ വഴിയൊന്ന് പറഞ്ഞു തന്നാട്ടെ. അടിച്ചോടിക്കണ അപ്പച്ചന്റെ കയ്യും കാലും. എന്തിനാടാ അപ്പന്റെ കയ്യും കാലും തല്ലി ഒടിച്ചത്? അപ്പനെ തല്ലി കയ്യും കാലും ഒടിച്ചാലേ റിയാലിറ്റി ഷോയിൽ കാണിക്കാനായിട്ട് ചാനലുകാർ വന്ന് ഷൂട്ട് ചെയ്യുമല്ലോ. അത് സ്ലോ മോഷനിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമായി TV കാണിക്കുമല്ലോ. അതെന്തിനാ? അപ്പൊ ജനങ്ങൾ മൊത്തം കണ്ട് ഞങ്ങളോട് സെന്റിമെന്റ്സ് അടിച്ച് SMS ചെയ്യുമല്ലോ. അപ്പോ SMS കിട്ടി ജയിച്ച് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടുമല്ലോ. പ്രിയമുള്ളവരെ, കലാകാരന്മാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹതാപങ്ങളും വിറ്റ് കാശാക്കുന്ന ഇവിടുത്തെ ചാനലുകളിൽ തലകാട്ടാൻ ആക്രാന്തം കാണിക്കുന്നവരോട് എന്റെ കുടുംബത്തിന് ഇനി എന്താണ് പറയാനുള്ളത്? ചാനലിൽ പാടുവാൻ ആക്രാന്തം കാട്ടുന്ന ചെല്ലക്കിളികളെ നിങ്ങളും ഓർക്കണം. എന്തൊക്കെ പാടിയാലും കിട്ടൂലെന്നോർക്കണം. SMS ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. ചാനലിൽ പാടുവാൻ ആക്രമം കാട്ടുന്ന ചെല്ലക്കിളികളെ നിങ്ങളും ഓർക്കണം. എന്തൊക്കെ പാടിയാലും കിട്ടൂലെന്നോർക്കണം. SMS ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. SMS ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. നമ്മുടെ സ്കൂളിന് ഏറെ അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം അറിവിന്റെ മറ്റു മേഖലകളിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇന്ന് സാധിക്കുന്നു. ഏറെ അഭിമാനത്തോടെ അത്തരം നിമിഷങ്ങളെ ഞാൻ ഇന്ന് പങ്കുവയ്ക്കുകയാണ്. നാഷണൽ ലെവൽ DCL സ്കോളർഷിപ്പ് 3rd റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി സിദ്ധാർത്ഥ് ജെ നായർ. അതോടൊപ്പം ഓൾ കേരള ലെവൽ മാമ്പു ഭാഷാ പ്രതിഭാ പുരസ്കാരം കാറ്റഗറി
ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ജിയന്ന മാർട്ടിൻ. KG സെക്ഷനിൽ നിന്നും DCL സ്കോളർഷിപ്പിന് മികവ് തെളിയിച്ച ഇസ മരിയ ജിൻസിനെയും ഈ നിമിഷം അഭിമാനത്തോടെ ഓർക്കുന്നു. പ്രഗത്ഭരായ നമ്മുടെ 3 വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. സമ്മാനദാനത്തിനായി ബഹുമാനപ്പെട്ട മാനേജർ അച്ഛനെ ക്ഷണിച്ചോളൂ. DCL സ്കോളർഷിപ്പിന് 3rd റാങ്ക് കരസ്ഥമാക്കിയ സിദ്ധാർത്ഥിനെയും സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ജിയന്ന മാർട്ടിനെയും ജിയന്നയുടെ മാതാപിതാക്കളെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. KG സെക്ഷനിൽ നിന്നും DCL സ്കോളർഷിപ്പിന് കാഷ് പ്രൈസ് വാങ്ങിയ ഇസ മരിയ ജിൻസിനെയും ഇസയുടെ മാതാപിതാക്കളെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. മെഡലും സർട്ടിഫിക്കറ്റും നേടിയ മറ്റ് പ്രഗത്ഭരായ വിദ്യാർത്ഥികളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അനിരുദ്ധ് സൂരജ് LKG, ഐലിൻ ദീപക് LKG, നീരജ് KS LKG, സേയമോൾ സജീവ് LKG, ആരവ് അർജുൻ UKG, ഏബൽ സം അഭിലാഷ് UK, ആരവ് അർജുൻ, ഏബൽ സം അഭിലാഷ് UKG, അതിഥി രഞ്ജിത്ത് UKG, അലങ്കൃത അർജുൻ UKG, ഇസ മറിയം UKG, ഇഷാന ടോജി UKG,
UKG. Rayon Jevin, UKG. Smithik Danish, UKG. Thank you, Father. Thank you, Father. സമ്മാനദാനത്തിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. ഏഞ്ചൽ മനു, ഗ്രേഡ് 1. Evangeline Vince, grade 1. Ryan Paul Matthew, grade 1. Ria Elsa Gaby, grade 1. Savana and Fijo, grade 1. Adar Srijesh, grade 2. Nandakishore Arjun, grade 3. Sai Dev Hari, grade 3. Hridya Haridas, grade 5. Abel Matthew, grade 6. Nashatra Shine, grade 6. Navneet Arjun, grade 6. Teresa Martin, grade 7. Gina Martin, grade 8. Janice Mary Gijoy, grade 8. Jela Jor, grade 8. Anna Maria Tommy, grade 10. Harinarayanan PH, grade 10. Naveen B. Santosh, grade 10. Thank you, sir. Everyone. Now it's the most awaited moment for us. Let me begin with a famous quote of John F. Kennedy. Children are the most valuable resource and it best hope for the future. And today, we celebrate the first step of our little graduates towards that bright future. Dear parents, teachers, and children,
The moment we have all been waiting for has arrived, the certificate distribution ceremony of our tiny tots. So let's gather to cheer for our young graduates as they step onto the stage with their bright smile. Let's welcome our shining stars. As I call out their names, let's give them a round of applause as they walk up to receive their graduate certificates. To hand over the certificates, I request our manager, Reverend Father Joseph Mundakal, onto the stage. Exciting today, we have triple twins decorated the event. First, I would like to call Arav Arjun and Alankrita Arjun. Arav Arjun and Alankrita Arjun. Agnes Biju and Alfonsa Biju. Agnes Biju and Alfonsa Biju. Ashwant Anish and Aishwarya Anish. Ashwant Anish and Aishwarya Anish. Andhra Pradesh. Andhra Pradesh. Arohi Rakesh. Thank you, Father. Thank you, Father. Next, I welcome our Principal Georgie Sir to hand over the certificates.
Abel Sam Abhilash. Abel Sam Abhilash. Aditi Ranjit. Aditi Ranjit. Angel Gibi. Angel Gibi. Asya Shijo. Asya Shijo. Edwin Nelson. Edwin Nelson. Esa Mariam Sarı. Esa Mariam Sarı. Ezekiel Tom Kurian. Ezekiel Tom Kurian. Thank you, sir. Thank you, sir. Now I request Reverend Sister Soli to hand over the certificates. Anirudh. Ishana Toji. Ishana Toji. Jeff George. Jeff George. Jennifer Joseph. Jennifer Joseph. Johan Jason. Johan Jason.
Joby. Jude Joby. Thank you, sister. Thank you, sister. I request our PTA president to hand over the certificates. Juvin Joyce. Juvin Joyce. Rayansh SR. Rayansh SR. Rayon Jibin. Rayon Jibin. Sai Krishna S. Sai Krishna S. Snithik Dhanesh. Snithik Dhanesh. Tawin Tawny. Tawin Tawny. Thank you, sir. Thank you. Congratulations, all my dear kids. Behind every child who believes in himself is a parent who believes first. Dear parents, today is a much your achievement as it is theirs. Your love, patience, with love and wisdom. Thank you, dear teachers. Once again, congratulations to all my dear shining stars. May you always shine like the stars you are. Thank you. Gratitude is the simplest yet most profound way to acknowledge the blessings we have received and the people who have touched our lives. Now it's time to reflect, rejoice, and express heartfelt thanks to those who have made a difference. Let's put our hands together to welcome our little graduates for the Thanksgiving. To you today, our graduating class. As they turn the page
to the next chapter of their lives, they'd like to say something very special to you. 1, 2, 3, 4. Two little words, two little words, two little words, not goodbye. It's the end of the year, graduation is here. Our two little words to our teachers, moms, dads, grandparents, and all. Thank you, thank you, thank you, everyone. Thank you for all you've done. Thank you, thank you, thank you, everyone. Thank you for all you've done. You taught us to read and write. You taught us to learn. You told us it'd be alright and how to take our turn. Thank you, thank you, thank you, everyone. Thank you for all you've done. Thank you, thank you, thank you, everyone. Thank you for all you've done. You helped us to tie our shoes, learn shapes and colors too. There's so many things to do. We just wanna say thank you, thank you, thank you, everyone. Thank you for all you've done. Thank you, thank you, thank you, everyone. Thank you for all you've done. Thank you, friends. Now to express our heartfelt thanks on behalf of all the graduates, I would like to invite Ishana Tozi to come forward and share a few words of gratitude. Good morning, everyone. Good afternoon, everyone. Today is a very special day, and I am so happy to be here graduating with all of you. I am so proud of all the hard work and what you have achieved. I like to thank to all my teachers for teaching us, supporting us, and molding us. Congratulations to my fellow graduates and best wishes for a bright future. Thank you, everyone. Bye. Thank you, Ishana Toji, for your beautiful words of gratitude. To bring this wonderful event to a close, it's my pleasure to invite Kosran teacher to express the word of thanks. ബഹുമാനപ്പെട്ട മാനേജർ റെവറൻഡ് ഫാദർ ജോസഫ് മുണ്ടകൽ, പ്രിൻസിപ്പൽ ജോർജ് സാർ, PTA പ്രസിഡന്റ്, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയ കുട്ടികളെ, ഒരു മനോഹരമായ ഭവനം എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അതിനുശേഷം നമ്മൾ അതിന് അടിത്തറയിടുന്നു. പിന്നെ നമുക്ക് പ്രതീക്ഷകളുടെയും ആശകളുടെയും ദിനങ്ങളാണ്. അതെ, നമ്മുടെ UKG കുട്ടികൾ ഇന്ന് അവരുടെ വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട് കഴിഞ്ഞു. ഇനി അവരുടെ ജീവിത മൂല്യങ്ങളും ബൗദ്ധിക മൂല്യങ്ങളും കരസ്ഥമാക്കിക്കൊണ്ട് അവർ യാത്ര തുടരുകയാണ്. അവരുടെ ആ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വിടരട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്.
ഇനി നിശബ്ദമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കും എന്ന തിരുവചനത്തെ ധന്യമാക്കിക്കൊണ്ട് തൻ്റെ ഓരോ പ്രവൃത്തിയിലും തൻ്റെ ദൈവജനത്തെ ആത്മീയമായും നയിച്ചുകൊണ്ടിരിക്കുകയും നമുക്ക് നല്ലൊരു സന്ദേശം നൽകുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ മംഗളാര സ്കൂളിലെ ഒരു നല്ല അമരക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജോജി സാറിന് ബഹുമാനത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ PTA പ്രസിഡന്റ് മിസ്റ്റർ ഗിരീഷ് കുമാർ, ഏറെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹം നമ്മുടെ കുടുംബത്തിന്റെ ഒരു പ്രിയപ്പെട്ട അംഗമാണ്. തന്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ വന്ന് നമുക്കൊരു നല്ല ആശംസ അറിയിക്കുകയും ചെയ്ത ഗിരീഷ് കുമാറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ പരിപാടി വിജയകരമാക്കുവാൻ എന്നെ സഹായിച്ചതും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ വന്ന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ നല്ല രക്ഷകർത്താക്കൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ താരങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട UKG മക്കൾക്കും കൊച്ചു കൊച്ചു കലാപരിപാടികൾ അവതരിപ്പിച്ച മറ്റ് കലാകാരന്മാർക്കും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Teacher, for your words of love and thanks. As we come to the end of this wonderful celebration, I would like to thank each one of you for being a part of this special occasion. Your presence has made this day even more memorable. Now, to express our honor to the nation, let's all stand together for the national anthem. I invite my friends for the national anthem. गणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा